നമസ്കാരം. വിഷ്ണുമായ മട്ടുമ്മൽ ദേവസ്ഥാനം മഠാധിപതി സുജിത്താണ് സംസാരിക്കുന്നത്. ഇന്ന് വരാറുള്ള പല ദുരിതപരമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ഓഫീസ്, അങ്ങനെ ഒത്തിരി ബിസിനസ് പരമായിട്ടുള്ളതും മറ്റ് കമ്പനികളും പരാജയത്തിലേക്ക് പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അവരുടെ പല രീതിയിലുള്ള ആൾക്കാരും നമ്മളെ സമീപിച്ച് കാണാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട്, ഇത് പറയാനുള്ള കാര്യം, ഒരുപാട് വിഷയങ്ങൾ ഒത്തിരി കാശ് മുടക്കി ബിസിനസ് ചെയ്തിട്ട് പരാജയത്തിലേക്ക് പോയിരിക്കുന്നത് അവരെടുത്തിരിക്കുന്ന ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, ആ ഭൂമിയിൽ ദോഷങ്ങളുണ്ടാകുക, പ്രേതബാധ വിഷയങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, ഇങ്ങനെ പല കമ്പനികളും പൂട്ടിപ്പോയ അവസ്ഥയുണ്ട്. കമ്പനികളും കടകളൊക്കെ അതായത് നമ്മൾ ഓർക്കും അവരുടെ കച്ചവടത്തിൻ്റെ വിഷയം കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതല്ല. ശരിക്കും ശത്രുദോഷപരമായിട്ടും ഭൂമി സംബന്ധമായിട്ടും ഉണ്ടാകുന്ന പല ദോഷങ്ങളും കൊണ്ടാണ് ഇവിടെ നമുക്ക് പല വിഷയങ്ങളും നമ്മൾ എടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം MNC കമ്പനികൾ ആയിട്ട് സംബന്ധിച്ച് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് അവിടെ ഭൂമി സംബന്ധമായിട്ടുള്ള സർപ്പദോഷം, പഴയ സ്ഥലങ്ങളൊക്കെ, ഒരുപാട് സ്ഥലങ്ങളൊക്കെ വാങ്ങിയാണ് കമ്പനികൾ വെക്കുന്നത്. ആ കമ്പനികളിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ ചില സർപ്പദോഷപരമായിട്ടൊക്കെ ഉണ്ടാവും. അതവരറിയുന്നില്ല. ഈ ഭൂമി കച്ചവടക്കാർ സ്ഥലം വിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന കാവുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂടി, JCB വെച്ച് മൂടി ഇടും. പിന്നെ അവിടെ അതിൻ്റെ പുറത്ത് കമ്പനി വെക്കും. ലാസ്റ്റ് അവർ ഉയരങ്ങളിൽ ചെയ്യില്ലാതെ അത് നഷ്ടങ്ങളിലേക്ക് പോകാറുണ്ട്. അതിനുള്ള പരിഹാരങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലാതെയും പല നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഓർഡർ ഇല്ലാതെയും നഷ്ടങ്ങളിലേക്കും പോയി ആഭിചാരപരമായിട്ടുള്ള 4-ാം വേദവും ആഭിചാരപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഓരോ തകിടുകളൊക്കെ കൊണ്ടുപോയി സ്ഥാപിച്ച് അവരെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി അവരെ നശിപ്പിച്ച് ആ കമ്പനി പൂട്ടേണ്ട അവസ്ഥകളിൽ എനിക്ക് ഒരുപാട് കമ്പനികളെ കുറിച്ച് എനിക്കറിയാം. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. അതായത് ഇത് പറയാനുള്ള കാര്യം, നമ്മൾ ബിസിനസ് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പുറകിൽ പല ചതികളും നമ്മളെ തേടി വരുമെന്നുള്ളത്. ആ ചതികളിൽ നമ്മൾ പെടരുത്. എന്തെങ്കിലും പരമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അതിന് വേണ്ട നടപടികൾ നമ്മൾ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇനി എല്ലാവരും ഇത് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്.